വണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീൽ. ആർ ചന്ദ്രശേഖരനും കെ രതീഷുമാണ് അപ്പീൽ നൽകിയത്. സിംഗിൾ ബെഞ്ചിന്റേത് ഏകപക്ഷീയമായ ഉത്തരവ് എന്നും പ്രതികളുടെ വാദം. കെ എം ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വലിയ വിവാദമായ നിന്ന സംഭവമായിരുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് എന്തായാലും പ്രോസിക്യൂഷൻ അനുമതി വന്നപ്പോൾ അത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ പ്രതികളുടെ ഒരു ഹർജി. രുചീഷ്, തീർച്ചയായും. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 തവണ ഹൈക്കോടതി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ വ്യവസായ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് എന്തുകൊണ്ടാണ് ഈ അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. ഇപ്പോൾ 2 പ്രതികൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ അപ്പീലിൽ ഇവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു സർക്കാർ അനുമതി നിഷേധിച്ചാൽ ആ ഉത്തരവ് പുനഃപരിശോധിക്കാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല. ഹൈക്കോടതി അത്തരത്തിൽ ഇടപെട്ടത് നിയമവിരുദ്ധമായിട്ടാണ്. ആ രീതിയിൽ ഇടപെടുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത് പരിശോധിക്കണം എന്നൊരാവശ്യമാണ് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ CBI അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയണം എന്നൊരാവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. ആദ്യഘട്ടത്തിലൊക്കെ മുൻ സർക്കാർ ഈ അനുമതി നിഷേധിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം സിംഗിൾ ബെഞ്ച് ആവർത്തിച്ച് ചോദിക്കുകയും പിന്നീട് ഈ സെക്രട്ടറിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തുകയും സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയും ഒക്കെ ചെയ്യുകയും അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത്. അതാണിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഈ പ്രതികൾ ചോദ്യം ചെയ്യുന്നത്. ശരി.